കടലിനടിയിലെ ലോകം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അത്ഭുതകരമായ ആയിരക്കണക്കിന് ഇനം മത്സ്യങ്ങൾ, കടലാമകൾ, കൂറ്റൻ തിമിംഗലങ്ങൾ, വർണ്ണാഭമായ പവിഴപ്പുറ്റുകൾ തുടങ്ങി മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞതാണ് കടലിന്റെ അടിത്തട്ട്. സമുദ്രനിരപ്പിൽ നിന്ന് കിലോമീറ്ററുകളോളം ആഴത്തിൽ സൂര്യപ്രകാശം എത്താത്ത ഇരുണ്ട മേഖലകളും ഇവിടെയുണ്ട്. ഇവിടെ വിചിത്രമായ ജീവികളും വസിക്കുന്നു. കടലിലെ വളരെ ചെറിയ ജീവികളായ പോളിപ്പുകളുടെ സങ്കേതങ്ങളാണ് പവിഴപ്പുറ്റുകൾ. ഇവ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കടുപ്പമുള്ള പുറന്തോട് അടിഞ്ഞുകൂടിയാണ് വലിയ പാറകൾ പോലെ വളരുന്നത്. 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള ജലമാണ് ഇവയ്ക്ക് വളരാനുള്ള സാഹചര്യമൊരുക്കുന്നത്. ഇവയുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. തെളിഞ്ഞതും അധികം ആഴമില്ലാത്തതുമായ കടൽ ഭാഗങ്ങളിലാണ് ഇവ സാധാരണയായി കാണുന്നത്. ലക്ഷദ്വീപ് ദ്വീപുകൾ പവിഴപ്പുറ്റുകൾ കൊണ്ട് നിർമ്മിതമാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ സസ്തനിയാണ് തിമിംഗലങ്ങൾ. ഇവ ശ്വാസകോശം വഴി ശ്വസിക്കുകയും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടുകയും ചെയ്യുന്ന സമുദ്രജീവികളാണ്. നീലത്തിമിംഗലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി. 30 മീറ്ററിലധികം നീളവും 200 ടണ്ണിലധികം ഭാരവും ഉണ്ടാവും നീലത്തിമിംഗലങ്ങൾക്ക്. സമുദ്രത്തിൽ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന ജീവിയാണ് ഇവ. ഏകദേശം 60 വർഷമാണ് ഇവയുടെ ആയുസ്. വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ഫ്ലിപ്പറുകളുള്ള സസ്തനിയാണ് കടൽ നായകൾ. ഇവയ്ക്ക് കരയിലും ചലിക്കാൻ കഴിയുന്നു. ചെവികൾ ഇല്ലാത്ത സീലുകളാണ് എലിഫന്റ് സീൽ, ഹാർബർ സീൽ, ഹാർപ്പ് സീൽ, ലിയോപാർഡ് സീൽ എന്നിവ. ഇരപിടിയന്മാരായ ഒരു ജലജീവി വർഗമാണ് സീ അനിമോൺ. പൊതുവെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഇവ ആഴക്കടലിലും വസിക്കാറുണ്ട്. 3 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ വ്യാസമുള്ളവർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന 8 കൈകളും 3 ഹൃദയങ്ങളുമുള്ള ബുദ്ധിമാനായ കടൽ ജീവിയാണ് ഒക്ടോപ്പസ്. ഇവയ്ക്ക് ആന്തരിക അസ്ഥികൂടമില്ല. 2 ഹൃദയങ്ങൾ അവയുടെ ഗിൽസിലേക്ക് രക്തം പമ്പ് ചെയ്യാനും മൂന്നാമത്തേത് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കാനും ഉപയോഗിക്കുന്നു. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ നിറം മാറാനും മഷി പുറപ്പെടുവിക്കാനും വേഗത്തിൽ നീന്താനും ഇവയ്ക്ക് കഴിവുണ്ട്. ചുറ്റുപാടിനനുസരിച്ച് തവിട്ട്, പിങ്ക്, നീല, പച്ച എന്നീ നിറങ്ങളിലേക്ക് മാറാൻ ഇവയ്ക്ക് കഴിയുന്നു. 1 മുതൽ 3 വർഷമാണ് ഇവയുടെ ആയുസ്. ഞണ്ട്, കൊഞ്ച്, ചെറിയ മോളസ്കുകൾ എന്നിവയാണ് ഒക്ടോപ്പസിന്റെ പ്രധാന ഭക്ഷണം. കടൽ മത്സ്യങ്ങളാണ് കടൽ കുതിരകൾ. ഏതാണ്ട് 16 മില്ലിമീറ്റർ മുതൽ 35 സെന്റിമീറ്റർ വരെയാണ് കടൽ കുതിരകളുടെ വലിപ്പം. ഏകദേശം 50 സ്പീഷീസ് കടൽ കുതിരകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. 100 ദശലക്ഷത്തിലധികം വർഷങ്ങളായി ഭൂമിയിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന പുരാതന ഉരകവർഗമാണ് കടലാമകൾ. ജീവിതത്തിന്റെ ഭൂരിഭാഗവും കടലിൽ ചെലവഴിക്കുന്ന പെൺ ആമകൾ മുട്ടയിടാനായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കരയിലേക്കെത്തുന്നു. 7 പ്രധാന ഇനം കടലാമകളാണുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ഇനം കടലാമയാണ് ലെതർ ബാക്ക്. ഇവയുടെ പുറന്തോട് മൃദുവായ തോൽ കൊണ്ടുള്ളതാണ്. കടൽപ്പുല്ല്, ജെല്ലി ഫിഷ്, കക്കകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. 50 മുതൽ 100 വർഷം വരെ ഇവയ്ക്ക് ആയുസ്സുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് കടലാമകൾ.